ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബ്രൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് നമ്മുടെ സേമിയ കൊണ്ട് ഒരു സ്പെഷ്യൽ രീതിയിലുള്ളൊരു ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കിവിടെ സ്ലൈസ് ചെയ്ത ഒരു സവാള, ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളക്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും കരിവേപ്പിലയും ഇട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും സ്ലൈസ് ചെയ്ത സവാളയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഇത്രയും വെജിറ്റബിൾസ് മാത്രമല്ല, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് തോന്നുന്ന എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്കിതിലോട്ട് ചേർക്കാം. പൊട്ടറ്റോ ചേർക്കാം, പിന്നെ വെജിറ്റബിളിൽ ബീൻസ് ചേർക്കാം, പിന്നെ ഗ്രീൻ പീസ് ചേർക്കാം, പിന്നെ വേണമെങ്കിൽ ക്യാബേജ് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ഇത്രേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് വേവാൻ വേണ്ടി അടച്ച് വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ സേമിയ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് പാകം നോക്കി ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വറുത്ത സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറുക്കാത്ത സേമിയയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം കുക്ക് ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ ഞാൻ വറുത്ത സേമിയയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ വയ്ക്കാം. സേമിയെല്ലാം നല്ലതുപോലെ വെന്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പനീർ, ഞാൻ ചെറിയ ചെറിയ ക്യൂബ്സായിട്ടാണ് പനീർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പനീർ ഗ്രൈൻഡ് ചെയ്ത് ചേർക്കുക. ഒരു മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർക്കാം. ഞാനിതിലേക്ക് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പനീർ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് ബട്ടറിലോ ഓയിലിലോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് കുറച്ചുകൂടെ സ്പൈസി ആവാൻ വേണ്ടിയിട്ട് മാഗ്നേറ്റ് ചെയ്ത് ചേർക്കാം. പനീർ ചേർത്ത് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ സേമിയ ഉപ്പാവ് റെഡിയായി. ഇനി അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, നമുക്ക് ഡിന്നറിന് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.